പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃത്താല. 20 വർഷം CPM തുടർച്ചയായി ജയിച്ച മണ്ഡലത്തെ 2011 കോൺഗ്രസിലെ VT ബൽറാം പിടിച്ചെടുക്കുന്നു. പിന്നെ 10 വർഷം തൃത്താലയെ നയിച്ച ബൽറാമിനെ അട്ടിമറിച്ച് MP രാജേഷ് മണ്ഡലം തിരിച്ചു പിടിച്ചു. മന്ത്രി മണ്ഡലം എന്ന ഖ്യാതി ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് സമൂഹ മാധ്യമങ്ങളിൽ MBR വേഴ്സസ് ബൽറാം പോരാട്ടം തകൃതിയായി നടക്കുകയാണ്. നമുക്കറിയാം, MP രാജേഷ് ആണെങ്കിലും VT ബൽറാം ആണെങ്കിലും മികച്ച സംവാദകരാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് MBR എതിരാളിയായ ബൽറാമിനെ ഒരു സംവാദത്തിന് ക്ഷണിക്കുന്നത്. VT ബൽറാമിന് അദ്ദേഹം MLA ആയിരുന്ന സമയത്തെ, അതായത് 10 വർഷക്കാലത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാം. MP രാജേഷ് അദ്ദേഹത്തിന്റെ 5 വർഷക്കാലത്തെ റിപ്പോർട്ടും അവതരിപ്പിക്കും. ബഹുമാന്യനായ UDF സ്ഥാനാർത്ഥിയെ വികസനത്തെക്കുറിച്ചുള്ള ഒരു സംവാദത്തിന് ഞാൻ ക്ഷണിച്ചിട്ട് 24 മണിക്കൂറായിരിക്കുന്നു. ഇതുവരെ അദ്ദേഹത്തിന്റെ മറുപടിയൊന്നും കണ്ടില്ല. അദ്ദേഹത്തിന്റെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. എൻ്റെ 5 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് അദ്ദേഹവും കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലും ഉണ്ടാകും. ഈ 2 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ, അദ്ദേഹത്തിന്റെ 10 വർഷത്തെയും എൻ്റെ 5 വർഷത്തെയും പ്രോഗ്രസ് റിപ്പോർട്ടുകളെ മുൻനിർത്തി നേരിട്ടുള്ള പരസ്യമായ ഒരു സംവാദത്തിനാണ് ഞാൻ അദ്ദേഹത്തെ വിനീതമായി ക്ഷണിച്ചത്. അദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കും എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇതൊരു വെല്ലുവിളിയായി അദ്ദേഹം സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വികസനത്തെ കുറിച്ചുള്ള ഒരു സംവാദം, 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദം, 2 കൂട്ടരുടെയും പ്രോഗ്രസ് റിപ്പോർട്ടുകളെ കുറിച്ചുള്ളൊരു സംവാദം എന്തുകൊണ്ടും നന്നായിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മറുപടി പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ MP രാജേഷ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ട് 24 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോൾ ആകെ മൊത്തം 48 മണിക്കൂർ കഴിയുന്നു. ഈ സംവാദത്തിന് VT ബൽറാമിനെ MP രാജേഷ് ക്ഷണിച്ചിട്ട് ജനാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം സംവാദങ്ങൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, മാതൃകയാണ്. കഴിഞ്ഞ 5 വർഷം ഒരു MLA എന്ത് ചെയ്തില്ല എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള അവസരമാണ് പ്രതിപക്ഷത്തിന് സുവർണാവസരമായി കണ്ട് മുതലാക്കണം.